ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ക്രോഷ്യ ബേസിക് സ്റ്റിച്ചസ് ഒന്നും ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്രോഷ്യേൻ്റെ ബേസിക് സ്റ്റിച്ചസ് പഠിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് യാണ്, കത്രിക, പിന്നെ ക്രോഷ്യ ചെയ്യാനായിട്ടുള്ള ഹുക്ക് വേണം കേട്ടോ. ആദ്യം നമുക്ക് യാണ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ കറക്റ്റായിട്ട് ഞാനിത് ഈ ഒരു രീതിക്കാണ് കേട്ടോ യാണ് ഹോൾഡ് ചെയ്യാറുള്ളത്. അപ്പോൾ പല ടൈപ്പിലും പിടിക്കാൻ പറ്റും. എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചെയ്യാം. ഇനി നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റിച്ചാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. സ്ലിപ്പ് നോട്ട് ഇട്ടാലേ ഉള്ളൂ നമുക്ക് ചെയിൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അമിക്കുരുമി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാജിക് റിംഗ് ആണ് ചെയ്യുക. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക. ആദ്യം ജസ്റ്റ് നമ്മളെ ഫിംഗറിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു യാണിനെ പുറത്തേക്ക് എടുക്കുക. സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വേറൊരു മെത്തേഡും കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഹുക്ക് യൂസ് ചെയ്തിട്ട് നമ്മളെ ഫിംഗറിൽ ഇതുപോലെ ഒരു എക്സ് ഷേപ്പിൽ നമ്മൾ യാണിനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ആദ്യം ചുറ്റിയ യാണിൻ്റെ അടിയിലൂടെ ഹുക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ യാണിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓവറായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യരുത്. ഈ ഒരു ഹുക്ക് അതിൻ്റെ ഉള്ളിലൂടെ പോകാൻ പാകത്തിന് രീതിക്ക് വേണം നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ചെറിയൊരു ലൂസ് വിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സ്ലിപ്പ് നോട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഹുക്കിനെ ഈ ആണിൻ്റെ അടിയിലൂടെ എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ആ ഒരു സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വലിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ വി ഷേപ്പിലാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റിച്ചായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുക. അതായത് ഒരു ബേസ് ഉണ്ടാവുമല്ലോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, അതിനാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. നമ്മൾ യാണിൻ്റെ അടിയിലൂടെ ഹുക്കിനെ എടുത്തിട്ട് നമ്മൾ ആ ചെയിനിൻ്റെ ഉള്ളിലൂടെ തന്നെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു 10 ചെയിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ചെയിനിൻ്റെ രണ്ടാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചെയിൻ ഇത്, രണ്ടാമത്തെ ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ തന്നെ നമ്മൾ ഹുക്ക് പുറത്തേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 ലൂപ്സായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ 2 ലൂപ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആ ഒരു യാണിനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ഒരു തവണ കൂടെ കാണിക്കാം. ആദ്യം നമ്മൾ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്ത് ചെയിനിൻ്റെ ഉള്ളിലൂടെ തന്നെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 ലൂപ്സ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഇനി ബാക്കിയുള്ള സ്റ്റിച്ചസിലൊക്കെ നമുക്ക് ഈ ഒരു സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള സ്റ്റിച്ചസിലൊക്കെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഹാഫ് ഡബിൾ ക്രോഷ്യേൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ HDC എന്നാണ് പറയുക. അതുപോലെ സിംഗിൾ ക്രോഷ്യേൻ്റെ SC എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് ചെയിനിലൂടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ തേർഡ് ചെയിനിലൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചെയിനിലൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ യാൺ ഓവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി വീണ്ടും യാൺ ഓവർ ചെയ്ത് വലിച്ചെടുത്തു. ഇനി നമുക്കിതുപോലെ 3 ലൂപ്സ് കിട്ടും. ഇനി നമുക്ക് വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ 3 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ വലിച്ചെടുക്കാം. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും ഒരു തവണ കൂടെ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിലൂടെ ഹുക്ക് കടത്തി കൊടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും യാണ് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ നോക്കുക. നല്ല ടൈറ്റ് പിടിക്കരുത്, ചെറിയൊരു ലൂസിൽ
വേണം പിടിക്കാനായിട്ട്. ഇനി നമ്മൾ ചെയിനിലൂടെ ഇട്ടു യാൺ ഓവർ ചെയ്തു പുറത്തെടുത്തു. 3 ലൂപ്സ് കിട്ടി. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 3 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ എടുക്കുക. അപ്പോൾ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാക്കിയുള്ള ചെയിൻസിലൂടെ മുഴുവനായിട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാനുള്ളത്. ഡബിൾ ക്രോഷ്യേൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ DC എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത പോലെ തന്നെ യാൺ ഓവർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ 4th ലൂപ്പ് ചെയിനിലൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷ്യ 2nd ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷ്യ 3rd ചെയിനിലും ഡബിൾ ക്രോഷ്യ 4th ചെയിനിലൂടെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് 1 2 3 4th ചെയിനിലൂടെ നമ്മൾ ഹുക്കിനെ വർക്ക് ചെയ്യണത്. ആദ്യം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഹുക്കിനെ ഈ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 3 ലൂപ്സ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ നമ്മൾ യാണിനെ ഇതുപോലെ പുറത്തെടുക്കുക. ദെൻ നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2nd ലൂപ്പിലൂടെ വീണ്ടും ഹുക്കിനെ വലിച്ചെടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. നേരത്തെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തപ്പോൾ 3 ലൂപ്സിൻ്റെ ഉള്ളിലൂടെയാണ് എടുത്തത്. ഇത് ഫസ്റ്റ് 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്ത് വലിക്കുക. വീണ്ടും 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്ത് വലിക്കുക. അപ്പം ഒന്നും കൂടെ കാണിക്കാം. യാൺ ഓവർ ചെയ്തു. എന്നിട്ട് 3 ലൂപ്സ് കിട്ടി. ആദ്യത്തെ 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്ത് വലിക്കുക. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് വലിക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹുക്ക് പിടിക്കാനും അതുപോലെ യാൺ ഇതുപോലെയൊക്കെ ഹുക്കിൽ കുടുങ്ങി ഇതാവാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്തോറും നമുക്ക് സ്റ്റിച്ചസൊക്കെ നല്ല ഫിനിഷിങ്ങിലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചിൽ മൊത്തം ഡബിൾ ക്രോഷ്യ ചെയ്യണം. വീണ്ടും ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓരോ ദിവസം ഓരോ പാറ്റേൺസ് ട്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് വേണം പഠിക്കുക. ഇനി നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ടുള്ള ചെയിൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. 10 ചെയിൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യേൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ പറയുക TC എന്നാണ്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മൾ 2 തവണ യാൺ ഓവർ ചെയ്യണം. നേരത്തെ നമ്മൾ 1 തവണ യാൺ ഓവർ ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. ഇത് 2 തവണ വേണം നമ്മൾ യാൺ ഓവർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 5th ചെയിനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. 1 2 3 4 5 5th ചെയിനിലേക്കാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് വർക്ക് ചെയ്യാം. ആദ്യം ഇതുപോലെ 2 തവണ ഹുക്കിൽ യാൺ ചുറ്റി കൊടുക്കുക. ഇനി നമുക്ക് 5ാമത്തെ ചെയിനിലൂടെ നമ്മളെ ഹുക്കിനെ വർക്ക് ചെയ്യുക. ഹുക്ക് കടത്തിയിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിതിവിടെ 4 ലൂപ്സ് കിട്ടും. ആദ്യം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ പുറത്തെടുക്കുക. ദെൻ നമ്മൾ 2nd അതുപോലെ തന്നെ 2ാമതുള്ള ലൂപ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ബാക്കിയുള്ള 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ കാണിക്കാം. നമ്മൾ ആദ്യം 2 തവണ യാൺ ഓവർ ചെയ്തു. ദെൻ 2nd ചെയിനിലൂടെ ഹുക്കിനെ കടത്തി കൊടുത്തു. എന്നിട്ട് യാൺ ഓവർ ചെയ്തെടുത്തു. നമുക്ക് ഇതുപോലെ 4 ലൂപ്സ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. അങ്ങനെ 3 ടൈമാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റിച്ചിലൊക്കെ നമുക്ക് ഈ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കായിട്ട് പഠിച്ച സ്റ്റിച്ചസ് എന്ന് പറയുന്നത് സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിച്ചു. അതുപോലെ ചെയിൻസ് ഇടാനായിട്ട് പഠിച്ചു ബേസിക്കായിട്ടുള്ള. പിന്നെ സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ 6 സ്റ്റിച്ചസാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ
ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനുമായിട്ട് മറക്കരുത്. അപ്പോൾ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.